നന്നാരി സർബത്തല്ലേ? നന്നാരി സർബത്ത് ഇഷ്ടമാണോ? നറുതണ്ടീര നന്നാരി സർബത്ത്. ഐസ് വേണോ? പഠിത്തമുണ്ടെന്ന് തോന്നുന്നല്ലേ ഇവിടെ? അല്ല പരീക്ഷയായിരിക്കും ചിലപ്പോൾ. അതെ ഒരു ചാനലുണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഞാൻ എടുക്കുകയാണ്. അറിയാവോ? ആരിഫ കോയാണ് ചാനലിൻ്റെ പേര്. അടിച്ചു കൊടുത്താൽ കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ. എന്നാ ചേച്ചി ആരിഫ കോയ എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ നമുക്കൊരു വേറൊരു കസ്റ്റമർ വന്നു. ഒരു സർബത്ത് ചോദിച്ചു വന്നാണ്. വേണം? കുഴപ്പമില്ല, മധുരം വേണ്ടവർക്ക് മധുരം. ഉപ്പ് സോഡ മതിയല്ലോ. ഇത് 5 രൂപ ഇല്ലാത്തതുകൊണ്ടാണോ? അതുകൊണ്ടാണോ കഴിക്കാത്ത? ഒരു നെല്ലിക്ക എടുത്തോ, പൈസ ചേഞ്ച് ഇല്ല. 30 രൂപ നട്ട് അതിൽ നിന്ന് കുടിച്ച്. മിഠായി ഉണ്ട് അവിടെ നോക്ക്. കുറച്ച് മിഠായിയേ ഉള്ളു, ഒരുപാട് മേടിച്ചിട്ടിട്ടില്ല. ഏതാണെന്ന് വെച്ചെടുത്തത്. ആ പരണിയിലുണ്ട്. ഐസ് വേണം? കുഴപ്പമില്ല. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ തരാം. സോഡ സർബത്ത് തരാം. ഉപ്പ് മതിയല്ലേ? അതല്ല 25 രൂപ മേടിക്കുന്നത്. ഒരു ഗ്ലാസ് കുടിച്ചാൽ വയറ് നിറയുന്നതിനാണ് 25 രൂപ മേടിക്കുന്നത്. അപ്പോൾ ആരും പ്രാഗിട്ട് പോകത്തില്ലല്ലോ അല്ലേ? അങ്ങനെയല്ല എൻ്റെ. അതാ അത് 25 രൂപ എന്ന് പറയുമ്പോൾ ചില മനുഷ്യർ സർബത്തിന് 25 ചോദിക്കും. സോഡായ്ക്ക് തന്നെ 10 രൂപയാണ്. 10 രൂപ ഉണ്ട് സോഡായ്ക്ക്. എന്നാ സോഡ നാരങ്ങ. അപ്പോൾ ഇപ്പോൾ ഒരു സോഡ സർബത്ത് കൊടുത്ത്, ഒരു സോഡ നാരങ്ങ കൊടുത്ത്, ഇനി അടുത്ത പരിപാടിയിലോട്ട് കിടക്കാം. അപ്പം എടുക്കാം. എന്താ പറഞ്ഞ? അതെ, അളവ് തെറ്റാതിരിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. 60 ml ആണോ? അത് ശരി. എല്ലാം അറിയാമോ നിങ്ങൾക്കൊക്കെ? ആണോ? ഇത് 30, ഇത് 60. അപ്പൊ ഇതാണ് 1.5 അടി എന്നൊക്കെ പറയുന്നതാ. ഇവരൊക്കെ ഭയങ്കര കമന്റ് ആണ്.
ഇവരെല്ലാവരും ഓരോ അഭിപ്രായങ്ങളായി ഈ അളവ് കണ്ടിട്ട്. ഞാൻ സർബത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന ഈ സാധനം കണ്ടിട്ട് ഇവരൊക്കെ ഭയങ്കര കമന്റ് പറച്ചിലാണ്. അപ്പൊ നിങ്ങളൊക്കെ അടിക്കുമല്ലേ? എനിക്കൊരു ചാനലുണ്ട്, അപ്പൊ അതിന് ഞാൻ സംസാരിക്കുള്ളൂ. അത് അടിക്കുന്ന കാര്യമല്ല, അടിക്കുന്ന കാര്യമല്ല. എല്ലാരും അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ അറിവുള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കണ്ടിട്ടുണ്ടല്ലോ, ലോകത്ത് ജീവിക്കുന്നതല്ലേ. ഓ ശരി ശരി, ഞാൻ സാധനം തുറക്കുന്ന ആളാണ്. ആണല്ലേ? ആ ചേട്ടൻ സാധനമൊന്നും തുറക്കില്ല, അതാണ് സംഭവം. ഇത് നമ്മുടെ ഇക്ക വാങ്ങിച്ചോണ്ട് തന്നെ. കാരണം ആദ്യമൊക്കെ സർബത്ത് എടുക്കുമ്പോഴേ കൂടിയും കുറഞ്ഞും പോകും. അപ്പോൾ ചിലപ്പോൾ മധുരമായിരിക്കും, ചിലപ്പോൾ മധുരമില്ലാതാവും കട തുടങ്ങിയ സമയത്ത്. അപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞ് അളവില്ലല്ലോ ഇതിൻ്റെ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് സ്റ്റീൽ കടയിൽ പോയപ്പോൾ, സ്റ്റീൽ പാത്രക്കട, ഇത് പൊക്കിക്കൊണ്ട് വന്നു. അതിന് കറക്റ്റായിരിക്കും എന്ന് നോക്കിയാണ്. അങ്ങനെ അതാണ് ബാക്കിയത്. അതാണ് സംഭവം. അങ്ങനെയാണ് ഇത് വാങ്ങിച്ചത്. ഇപ്പൊ തെറ്റാറില്ല. ഉപ്പും വേണം, ഇവിടെ വേണോ ഉപ്പ്? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കും. എടുക്കണ്ടാണ് അതുകൊണ്ടാണ് അറിയാത്ത പോലെ സംസാരിച്ചത്. ഞാൻ വിചാരിച്ച ആദ്യത്തെ ആൾക്കാരായിരിക്കും. ഇതയച്ചാട്ടണോ? ആ അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. എല്ലാവരോടും തെണ്ടി വേണമല്ലോ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും ഓർക്കുന്നു. എല്ലാവരും നല്ലവരാണ്. സർബത്ത് റെഡി. അപ്പൊ അവരൊക്കെ സർബത്തൊക്കെ കുടിച്ചില്ലേ? അവരുടെ അഭിപ്രായം എങ്ങനെയുണ്ട് സർബത്ത് ചേട്ടാ? ഞാൻ കാച്ചുന്നതാണ് കേട്ടോ, നന്നാരി സർബത്തെന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം? കൊള്ളാന്ന് പറഞ്ഞപ്പോ അപ്പൊ നമ്മനെ ബാക്കി പൈസ ശരി കിട്ടിയായിരുന്നോ? ഓക്കെ, അപ്പോൾ കണ്ടൊക്കെയാണ് കേട്ടോ. അപ്പൊ ടാറ്റ. ശരി.